അപ്പം അതുതന്നെ വൈബ്രേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു സ്പ്രിങ്, ഈ സ്പ്രിങ്ങിനെ നീ ഒന്ന് വലിച്ചിട്ട് വിട്ട്, അപ്പോൾ ഈ സ്പ്രിങ് എന്താവും, ഇത് ഇങ്ങോട്ട് പോവും, പിന്നെ ഇങ്ങോട്ട് പോകും, അങ്ങനെ എന്താ ഇത് വൈബ്രേറ്റ് ചെയ്ത് കളിക്കും. അപ്പോൾ ഇതായിരിക്കും എന്ത് ഇതിൻ്റെ മീൻ പൊസിഷൻ. ഈ 2 പോയിൻ്റാണ് അതിൻ്റെ എക്സ്ട്രീം പൊസിഷൻ. എന്ന് വെച്ചാൽ എക്സ്ട്രീം പൊസിഷനിൽ വെലോസിറ്റി 0 ആയിരിക്കും, ആക്സിലറേഷൻ മാക്സിമം ആയിരിക്കും. ഈ നടുക്കത്തെ പോയിന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം ആയിരിക്കും, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ ഇതാണെന്ത് SHM, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയും. ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ തന്നെയാണ് വൈബ്രേഷൻ. എന്ന് വെച്ചാൽ ഒരു പോയിന്റിന് വിത്ത് റെസ്പെക്ട് ടു ഇതെന്താ ടു ആൻഡ് ഫ്രോ മോഷൻ നടക്കുക, അതാണ് വൈബ്രേഷൻ. അപ്പോൾ നമുക്കറിയാം ഈ ടു ആൻഡ് ഫ്രോ മോഷൻ നമുക്കൊരു സൈൻ വേവ് ആക്കിയിട്ട് പറയാം. സൈൻ വേവോ കോസ് വേവോ നമ്മൾ സൈൻ ആക്കിയിട്ടാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഇതിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടല്ലേ, ഇത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത് നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്, അങ്ങനെ മാക്സിമം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ആ മാഗ്നിറ്റ്യൂഡിനെയാണ് എന്ത് നമ്മൾ ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അത് നെഗറ്റീവ് ആവാം, ഇപ്പോൾ നെഗറ്റീവ് എക്സും ആവാം, പോസിറ്റീവ് എക്സും ആവാം. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഇനി ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇതാണ്, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള. ഇപ്പോൾ ഒരു ബോഡി ഇത് ടു ആൻഡ് ഫ്രോ മോഷനിലായിട്ട് തിരിച്ചെത്തുന്ന ഇതിനെയാണ് അതിൻ്റെ മെയിൻ പൊസിഷനിലേക്ക് എത്തുമ്പോൾ അതിനാണ് നമ്മൾ എന്ത് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഒരു സെക്കൻഡിൽ എത്ര ആണ് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതതിൻ്റെ ഫ്രീക്വൻസിയാണ്. അതാണ് T=1/f. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2π/ω ആണ്. ഇത് നാച്ചുറൽ ടൈം പീരീഡാണ്. ഈ n എന്ന് പറഞ്ഞാൽ നാച്ചുറലാണ്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 തരത്തിലാണുള്ളത്. ഒന്ന് ഫോഴ്സ്ഡ് ഉണ്ട്. ഫോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ഫോഴ്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ നിൽക്കുന്നുണ്ട്, ഈ വൈബ്രേഷൻ ഇങ്ങനെ ആവാം, അതിനാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഈ ഡാംഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര എയർ റെസിസ്റ്റൻസ്, സ്പ്രിങ്ങിൻ്റെ റെസിസ്റ്റൻസ്, അങ്ങനെ റെസിസ്റ്റൻസ് കൊണ്ട് ഉണ്ടാകുമ്പോൾ എന്താവും ഈ ഡാമ്പിങ് ഇങ്ങനെ കുറഞ്ഞു വരും. അത് ഇത്രയുള്ള ഇതാണെങ്കിൽ ഇതിനിങ്ങനെ ഡാമിങ് കുറഞ്ഞു വരും. അതാണെന്ത് ഡാംഡ് വൈബ്രേഷൻ. ഇതൊരു ഇതായിട്ടാണ് കുറയുക. പിന്നെയുള്ളത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡാം ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ഇങ്ങനെ ആക്കുന്നതിനാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ. ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. അത് അൺഡാംഡ് ആകുമ്പോൾ എന്തോ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ഫ്രീ അല്ലെങ്കിൽ നാച്ചുറൽ. അപ്പം നാച്ചുറലിനെയാണ് നമ്മൾ n എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ ടൈം പീരീഡാണ് എന്ത് 1/fn. ഇനി നാച്ചുറൽ ടൈമിൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസിയാണ് fn. അതിൻ്റെ ഒമേഗയാണെന്ത് ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ആണെന്ത് ωn. അപ്പോൾ നമുക്കറിയാം 2πfn ആണ് ωn. ഇവിടെ നമുക്ക് ωn = എന്താ കിട്ടും, അല്ല fn = ωn/2π. ഇനി ωn എന്ന് പറഞ്ഞാൽ √k/m ആണ്. അത് നമ്മളൊരു ഡിറൈവ് ചെയ്ത് എത്തുന്നതാണ്.